ഇപ്പോൾ നമ്മളുടെ റോഷിപാൽ കൂടി ആശുപത്രിയിൽ നിന്ന് ചേരുന്നുണ്ട് തത്സമയം. കുഞ്ഞിൻ്റെ അവസ്ഥ എന്തുണ്ട് എന്നുള്ളത് റോഷിപാൽ നമ്മളോട് പറയും. റോഷി, ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടു നോക്കുമ്പോൾ ആ കുഞ്ഞിന് വിഷമില്ലാത്ത പാമ്പ് കടിച്ചതുകൊണ്ടാണ് നമുക്ക് ആ വാർത്ത ഇങ്ങനെ ആശ്വാസത്തോടു കൂടി ചെയ്യാൻ കഴിയുന്നത്. എന്താണ് കുഞ്ഞിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ? വലിയ അപകടമില്ലെന്ന് മനസ്സിലാക്കുന്നു, അത് ആശ്വാസകരമാണ്. റോഷിപാൽ. ഡോക്ടർ അരുൺകുമാർ, ഇപ്പോഴും കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് നേഹ എന്ന കുഞ്ഞ്, 12 വയസ്സുകാരി. കുട്ടിയുടെ രക്ഷിതാക്കൾ ഉൾപ്പെടെയുണ്ട്. ഇന്നലെ അധ്യാപകരുണ്ടായിരുന്നു. അവർ രാവിലെയാണ് സ്കൂളിൽ നിന്ന് മടങ്ങിയത്. ഏതാണ്ട് 10 മണിക്ക് ശേഷമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലായിരുന്നു ഇന്നലെ രാത്രി വരെ ചികിത്സയിലുണ്ടായിരുന്നത്. പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശം ഡോക്ടർമാർ നൽകുകയായിരുന്നു. പക്ഷേ ഈ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെങ്കിലും ഇപ്പോഴും ഈ രക്ഷിതാക്കൾ വലിയ ആശങ്കയാണ്. അവരുടെ ആ ഭയപ്പാട് ഇതുവരെ മാറിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം മകൾക്ക് പാമ്പ് കടിയേറ്റു എന്ന് അറിഞ്ഞത് മുതൽ കുട്ടിയെ അടുത്തു കണ്ടതിന് ശേഷവും ആ ഒരു ആശങ്ക, ആ ഞെട്ടൽ അവർക്ക് വിട്ടുമാറിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലെങ്കിലും അവിടെ ഇങ്ങനെ കാട് വളർന്ന് ഒരു പാമ്പ് വളർത്തൽ കേന്ദ്രമായി മാറിയത് അവരൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് മാനേജ്മെന്റിന്റെ. പക്ഷേ അതൊന്നും വെട്ടിമാറ്റാനുള്ള ഒരു ശ്രമവും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് ഏറ്റവും ഖേദകരമായ കാര്യം. പക്ഷേ അവർക്ക് ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിക്കാനുള്ള ചെറിയൊരു മാനസിക പ്രയാസമുണ്ട്. കാരണം അവർ പറയുന്നത് ഇനിയും 2-2.5 മാസക്കാലം കുട്ടി അവിടെയാണ് പഠിക്കേണ്ടത്. അതുകൊണ്ട് അധ്യാപകരൊക്കെ കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. തൽക്കാലം ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ആ വിദ്യാലയത്തിനെതിരെ സംസാരിക്കാനുള്ള പ്രയാസമാണ്. അവർക്ക് അത്രയേറെ ആത്മബന്ധമുണ്ട് ആ സ്കൂളിന്. എന്നിട്ട് ആ സ്കൂളിനെതിരെ സംസാരിക്കാനുള്ള ഒരു പ്രയാസം പ്രകടിപ്പിക്കുന്ന ഒരു രക്ഷിതാക്കളാണ്. അത്ര പോലും ഒരു സാമാന്യബോധം സ്കൂളിലെ മാനേജ്മെന്റിന് ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ പഠിച്ചു വളർന്ന അല്ലെങ്കിൽ സ്വന്തം മകൾ പഠിക്കുന്ന സ്കൂളിന് മോശപ്പേരുണ്ടാകാൻ പാടില്ല എന്ന ചിന്ത ആ രക്ഷിതാക്കൾക്കുണ്ട്. പക്ഷേ ആ സ്കൂളിൽ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ട സുരക്ഷിതത്വം ഒരുക്കാൻ ആ മാനേജ്മെന്റിനോ അധ്യാപകർക്കോ അവിടെയുള്ള ജനപ്രതിനിധികളോ തയ്യാറായില്ല. അതിന് ചിന്തിക്കാൻ പോലും അവർ തയ്യാറായില്ല എന്നാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. നേരത്തെ പ്രസാദ് ചൂണ്ടിക്കാണിച്ചതുപോലെ ആരോഗ്യനില കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരുന്നെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിക്കുക. ആ രക്ഷിതാക്കളുടെയൊക്കെ അവസ്ഥ, സ്വന്തം കുഞ്ഞുങ്ങൾ സുരക്ഷിതമായി സ്കൂളിൽ പഠിക്കുന്നു എന്ന ഒരു വിശ്വാസത്തിലാണ് അവർ തൊഴിലിന് പോകുന്നത്. തിരിച്ചെത്തുമ്പോൾ ഇങ്ങനെ കുട്ടിക്ക് പാമ്പ് കടിയേറ്റു എന്നൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഏതായാലും കുട്ടിയുടെ ആശങ്കയും വിട്ടുമാറിയിട്ടില്ല. ആശുപത്രിക്ക് അകത്തേക്ക് പ്രവേശിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. നമുക്ക് അല്പസമയത്തിന് അമ്മയെ ഒന്ന് കാണാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഓക്കെ, താങ്ക് യു റോഷി. കുഞ്ഞിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളത് നമുക്ക് ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ ടി വി പ്രസാദ് നൽകുന്ന ദൃശ്യങ്ങൾ അത്ര ആശ്വാസകരമായ ഒന്നല്ല. ആ സ്കൂളിന്റെ പരിസരം വൃത്തിയാക്കണം. മാനേജ്മെന്റ് വിചാരിച്ചില്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറും നാട്ടുകാരും എങ്കിലും വിചാരിച്ച്, PT എങ്കിലും വിചാരിച്ച് ആ സ്കൂളിന്റെ പരിസരം ഒന്ന് വൃത്തിയാക്കുക. ഇനിയും പാമ്പ് കടി ഏൽക്കാനുള്ള ആരോഗ്യം നമ്മുടെ ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്കില്ല. ഇപ്പോൾ കടിച്ചത് ഒരു ചുരുട്ടയാണ്. നാളെ കടിക്കാൻ പോകുന്നത് അണലിയും മൂർഖനും ഒന്നും ആവാതിരിക്കട്ടെ എന്നുള്ളത് നമുക്ക് അവർക്ക് ആശംസിക്കുക കൂടി ചെയ്യാം. കേരളത്തിൽ ഇങ്ങനെയുള്ള സ്കൂളുകളും മോശം അവസ്ഥയിൽ തുടരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം നമുക്ക് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക കൂടി വേണം. സർക്കാർ വേണ്ടത്ര ജാഗ്രത കാണിക്കണം. മാനേജ്മെന്റ് സ്കൂളുകൾ പരിസരം വൃത്തിയാക്കുന്നില്ലെങ്കിൽ AOമാർ കൃത്യമായിട്ട് റിപ്പോർട്ട് നൽകണം. കുഞ്ഞുങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കണം. അവർക്ക് സ്വസ്ഥമായിട്ട് പഠിക്കാനുള്ള സാഹചര്യവും ഒരുക്കണം.